നമ്മുടെ മക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളും മനസ്സിലാക്കണം. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ കുഞ്ഞിനെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന ആ ഒരു രംഗം, ആ ഒരു സ്വഭാവം, അത് വല്ലാത്ത തൗഫീഖാണ് കേട്ടോ. ആ നിഅമത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ചെറിയ തൗഫീഖല്ല. ഏത് ഇൽമു പഠിക്കാൻ പോയാലും വലിയ ആലിമാകണമെന്നില്ല. മദ്രസയിൽ പോയി അലിഫ് ബാ പഠിക്കുന്നത് തന്നെ വലിയ വലിയ ഇബാദത്താണ്. ആ ഇബാദത്ത് ഇല്ലെങ്കിൽ, അത് ശരിയായ വിധത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ മുതഅല്ലിമീങ്ങൾക്ക് ഫഅല സർഫാക്കാൻ കഴിയില്ല. അവർക്ക് കിതാബ് ഓതി പഠിക്കാൻ കഴിയില്ല. അലിഫും ബാവും അറിയാതെ പഠിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ നമ്മൾ മരണം വരെ ഓതുമ്പോ അല്ലെ, നമ്മൾ ചിന്തിച്ചു നോക്കിയാല് ഒരു മദ്രസയിൽ പഠിച്ചാല് ആ മദ്രസയിൽ 1-2 കുട്ടികളൊക്കെയാണ് ഓതാൻ പോകുക. ബാക്കിയുള്ള കുട്ടികളൊക്കെ അതന്നെ ഒരു 3-4 കുട്ടികൾ ഓതാൻ പോയാൽ 1-2 ആയിരുന്നു ചിലപ്പോൾ നിർത്തി പോരുകയും ചെയ്യും. ആ ബാക്കിയുള്ള ആളുകളൊക്കെ പിന്നെ ഖുർആൻ ഓതുന്നു, അവര് മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. അതിന്റെ ഒക്കെ പ്രതിഫലം ഈ മദ്രസയിലെ ഉസ്താദുമാർക്ക് കിട്ടുന്നത് പോലെ ആ മദ്രസയിലേക്ക് ഒരുക്കി പറഞ്ഞയച്ച രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഉമ്മമാർക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ ഒരു കാര്യം ഞാൻ ഉണർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നിയ്യത്ത് നിങ്ങൾ നന്നാക്കണം. ആ സമയത്ത് മനസ്സിൽ കരുതണം, എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ എന്റെ കുട്ടിയെ ഇൽമു പഠിക്കാൻ പറഞ്ഞേക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നിങ്ങൾ ആ കുഞ്ഞിനെ പറഞ്ഞേക്കണം. അത് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ രക്ഷയാണ് കേട്ടോ. ആവശ്യങ്ങൾ എന്നോട് നാളെ ഒരു ഉസ്താദ് പറഞ്ഞു, എന്റെ ഗുരുതുല്യനായ ഒരു പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾ മുതഅല്ലിമീങ്ങൾക്ക് ഓതി കൊടുക്കുമ്പോ അന്നത്തെ ആ ഒരു ക്ലാസ് നിങ്ങളുടെ ഉപ്പാക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉസ്താദുമാർക്കൊക്കെ ഹദിയ ചെയ്തോ, എന്നാ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുമെന്നൊരു ഉസ്താദ് പറഞ്ഞപ്പോ അതൊരു വലിയ ഉപദേശമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഓത്ത് മുടങ്ങി ദിക്റിയല്ല ഇരിക്കേണ്ട, ഓത്ത് മുടക്കിയിട്ട് നമ്മൾ ഓതുകയും ചെയ്യാം. ആ ഓതി കൊടുക്കുന്നത് ഹദിയ ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ എന്റെ ഉമ്മമാരോട് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ അതൊരു വലിയ അമലാണ്. ആ അമലിന്റെ പ്രതിഫലത്തിന്റെ ഓഹരി മരിച്ച് ഖബറിൽ കിടക്കുന്ന എന്റെ ഉപ്പാക്ക് ഞാൻ ഹദിയ ചെയ്യുന്നു, എന്റെ ഉമ്മാക്ക് ഞാൻ ഹദിയ ചെയ്യുന്നു, അവർക്ക് അല്ലെങ്കിൽ എന്റെ അമ്മോശന് ഞാൻ ഹദിയ ചെയ്യുന്നു, എന്റെ അമ്മായിമ്മക്ക് വേണ്ടി ഞാൻ ഹദിയ ചെയ്യുന്നു. കാരണം അവരുള്ള കാലത്ത് അവർക്ക് വേണ്ടി വേണ്ട വിധം ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വലിയൊരു ഖിദ്മത്തായി, വലിയൊരു സേവനമായി കിടക്കട്ടെ എന്റെ ഹദിയ എന്ന് മനസ്സിലാക്കി ഞാൻ ഈ ചെയ്യുന്ന സൽക്കർമ്മ